ഹായ്, ചെന്നൈ vs RR. ഈ ഒരു മാച്ച് രണ്ട് ടീമിനെ സംബന്ധിച്ചും ഈ ഒരു സീസൺ പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നത്. ഈ മാച്ച് വിൻ ചെയ്യുന്ന ഒരു ടീമിന് ഒരു പോസിറ്റീവ് നോട്ടിൽ ഈ സീസൺ എൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം രണ്ട് ടീമിൻ്റെയും ലാസ്റ്റ് മാച്ച് ആയിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സീസണിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമിനും ഒരുപാട് പോസിറ്റീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചാണെങ്കിൽ ആയുഷ് മാത്രേ, അതുപോലെ തന്നെ ബ്രവിസ് ടീമിലേക്ക് വന്നു. അതുപോലെ തന്നെ രാജസ്ഥാനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സൂര്യവൻഷി, വൈഭവ് സൂര്യവൻഷി ടീമിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് സെക്കൻഡ് ഹാഫ്സിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും രണ്ട് ടീമിനും ഒരുപാട് ലേറ്റായി പോയി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അടുത്ത സീസണിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റീവ്സ് ഈ രണ്ട് ടീമിനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഈ മാച്ച് വളരെ കൺവിൻസിംഗ് ആയിട്ട് വിൻ ചെയ്തു. സെക്കൻഡ് ബാറ്റ് ചെയ്തപ്പോഴായാലും സൂര്യവംശി, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ധ്രുവ് ജുറേൽ ആൻഡ് ഹെറ്റ്മേർ അവസാനത്തെ മാച്ചിൽ ഈ സീസണിൽ ആദ്യമായിട്ട് അവർ രണ്ടുപേരും പെർഫോം ചെയ്തൊരു മാച്ച് ഫിനിഷ് ചെയ്ത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ മാച്ചിൻ്റെ. ചെന്നൈയുടെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രവിസ് ഇപ്പോൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു സീസണിൽ പെർഫോം ചെയ്ത് വന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പെർഫോം ചെയ്തത് കണ്ടിന്യൂ ചെയ്ത് തന്നെ ഇന്നത്തെ മാച്ചിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ ആയുഷ് മാത്രമേ അത്യാവശ്യം നന്നായിട്ട് ഒരു ഇന്നിങ്സ് കളിച്ചു. അത് അത്യാവശ്യം 200 സ്ട്രൈക്ക് റേറ്റിൻ്റെ മുകളിലാണ് ആ ഒരു ഇന്നിങ്സ്. ബ്രവീസിൻ്റെ ഇന്നിങ്സും അതുപോലെ തന്നെ നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് അത്. പിന്നെ ശിവം ദുബെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സോടെ കളിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു ബിലോ പാർ സ്കോറാണ്, എങ്കിലും ഒരു ഡീസൻറ്റ് സ്കോർ എന്ന് പറയാൻ പറ്റുന്ന 187 എന്നുള്ളൊരു സ്കോറിലേക്ക് ചെന്നൈക്ക് എത്താനായിട്ട് സാധിച്ചു. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അശ്വിൻ അത്യാവശ്യം നന്നായിട്ട് ഇന്ന് ബോൾ ചെയ്തു. ബാറ്റിങ്ങിലെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുഷ് മാത്രമേ 43 റണ്ണ് 20 ബോൾ എടുത്തു. അതുപോലെ തന്നെ ബ്രവിസ് 42 25 റൺസിൽ ചെന്നൈക്ക് വേണ്ടിയിട്ട് എടുത്തു. ഡ്രൂബെ ഒരു 39 എടുത്തു 32 ബോളിൽ. അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് കുറവാണ്, എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഈ ഒരു സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുമെന്ന് പറയാം. ഇനി രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഈ ഒരു മാച്ച് രാജസ്ഥാൻ വിൻ ചെയ്തത്. അവരുടെ ഒരു ഓപ്പണിങ് നമുക്കറിയാം. സഞ്ജു സാംസൺ പരിക്ക് ആയതിനു ശേഷം സൂര്യവംശി വന്നപ്പോൾ വന്നൊരു മാറ്റം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതായത് യശസ്വി ജയ്സ്വാൾ ഒരു ബ്ലിസ്റ്ററിങ് ഫോമിലായിരുന്നു ഈ സീസണിലുണ്ടായിരുന്നത്. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നു. യശസ്വി ജയ്സ്വാൾ 36 റൺ അടിച്ചു 19 ബോളിൽ. അതുപോലെ തന്നെ വൈഭവ് 57 33 ബോളിൽ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ ഒരു 14 ഇയേഴ്സിൻ്റെ ഒരു പക്വതയല്ല ആ ഒരു പ്ലെയർ കാണിക്കുന്നത്. അത്രയും ഒരു ടെമ്പറമെൻറ്റ് അവിടെ നിന്ന് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യത്തിനനുസരിച്ച് വെറുതെ അടിക്കുക എന്നുള്ളതുള്ള ഒരു ഇൻറ്റൻഷൻ അല്ല പുള്ളിക്കുള്ളത്. ഒരു നല്ല ബോൾ വരുമ്പോൾ നല്ല രീതിയിൽ കളിക്കാനും അതുപോലെ തന്നെ മാക്സിമം ലൂസ് ബോൾസ് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ ഒരു ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും ഒരു കേപ്പബിലിറ്റി ഉള്ള, ഈ പ്രായത്തിൽ തന്നെ അതിനുള്ള ടെമ്പറമെൻറ്റോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. തീർച്ചയായിട്ടും ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരാനൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഒരു 14 വയസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഇമ്മച്യൂരിറ്റി ഒന്നും അല്ല പുള്ളി. അതുമാത്രമല്ല ഈ ഒരു സീസണിൽ എത്ര ഇന്നിങ്സ്, ഒരു 6-7 ഇന്നിങ്സിൽ എനിക്ക് തോന്നുന്നൊരു 3-4 അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ്, അതിലൊരു സെഞ്ചുറി, ഇത്രയും കൺവിൻസിംഗ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ടൈം തീർച്ചയായിട്ടും ആയിട്ടുണ്ട് വൈഭവിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ വളരെ പക്വതയുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസണിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ പരിക്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ മാച്ചിൽ അത്യാവശ്യം ടൈം എടുത്ത് നല്ല ഷോട്ട്സ്, അശ്വിനൊക്കെ ഒരു എന്താ പറയുക സ്ക്വയറിലേക്ക് ഒരു 6 ഒക്കെ അടിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഇവരുടെ ലോവർ ഓർഡറിൽ ഉള്ളൊരു പ്രശ്നം ഈ ഒരു സീസണിൽ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ടൈം എടുത്ത് അവിടെ നിന്ന് കളിക്കണമെന്നുള്ള ഉറച്ച് തീരുമാനിച്ചാണ് ശരിക്കും പറഞ്ഞാൽ RRൻ്റെ ടോപ്പ് 3 കളിച്ചത്. അതിപ്പോൾ വൈഭവ് പോലും ആ ഒരു ടൈം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടാണ് കളിച്ചത്. അപ്പോൾ സഞ്ജു ആ ഒരു ആങ്കറിങ് റോള് കൃത്യമായിട്ട് ചെയ്തു. വൈഭവ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് അത് എപ്പോഴും സഞ്ജു ചെയ്യുന്നതാണ്, ഇന്നത് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. ഒരു അശ്വിനെ അടിക്കാൻ നോക്കിയ ഒരു ബോളിൽ സഞ്ജുവിന് ഔട്ട് ആവേണ്ടി വന്നു. അതേപോലെ തന്നെ വൈഭവും ഔട്ടായി. പിന്നീട് വന്നത് ഹെറ്റ്മേറും ധ്രുവ് ജുറേലും വന്നിട്ട് ഫിനിഷ് ചെയ്തെന്നുള്ളത് വളരെ വളരെ പോസിറ്റീവാണ് RRനെ സംബന്ധിച്ച്. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ വർഷം ഒരുപാട് പ്രശ്നങ്ങൾ രണ്ട് ടീമിലും, ചെന്നൈയിലായാലും RRനായാലും ഉണ്ടായിരുന്നു. രണ്ട് ടീമിലും അവരെന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എന്താണോ സെറ്റ് ചെയ്തത് അത് അവർക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷേ എൻഡ് ഓഫ് ദി സീസൺ വന്നപ്പോഴത്തേക്ക് അത് പതിയെ വർക്കൗട്ടായി വരുന്നത് നമ്മളുണ്ട്. സോ അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ടീമും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് തന്നെയായിരിക്കും. എന്താ പറയുക, ഈ ഒരു യങ് ടാലൻസ് ഒക്കെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആകും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സീസണിലുള്ള അവർ മിസ്റ്റേക്സ് അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈം കിട്ടും. കൂടുതൽ ആ ഒരു ഗ്യാപ്സ് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ആ ഗ്യാപ്സ് ഫില്ല് ചെയ്ത് പുതിയ പ്ലെയേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഈ രണ്ട് ടീമും.
നെക്സ്റ്റ് സീസണിലേക്ക്. സോ ഓൾ ദ ബെസ്റ്റ് CSK ആൻഡ് RR. അപ്പോൾ ഇതൊക്കെയാണ് RR vs CSK മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോസുമായിട്ട് കാണുന്നതിന് വരെ ബൈ.